ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു കിഷോറിനെ അവർണികനെ ക്യാബിനിൽ കാത്തിരിക്കുന്ന സമയത്ത് കിഷോർ അവർണിക കിഷോറിനെ കൂട്ടിക്കൊണ്ട് ഗീതുയുടെ ക്യാബിനിലേക്ക് വരുക കേട്ടോ. കിഷോറിനെ നിർത്തി പൊരിക്കാനുള്ള ദേഷ്യത്തിൽ ഗീതു നോക്കുവാണ്. ഇരിക്ക് എന്ന് പറയുന്നുണ്ട് അവർണിക എടുത്ത്. അതിനുശേഷം അവർണിക വേഗം വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കിഷോറാണെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഗീതു ഇങ്ങനെ നോക്കും. അതിനുശേഷം അവർണിക അടുത്ത് പറയുന്നുണ്ട്, ഓവർ റെസ്പെക്റ്റ് ഒന്നും വേണ്ടെന്ന് പറ, ഇരിക്കാൻ പറ അവർണികയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ, അയ്യോ ഗീതു, ഇത് ഓവർ റെസ്പെക്റ്റ് അല്ല. ഗീതു അവിടെ ഒരു സ്റ്റാഫിനെ പൊരിക്കുന്നത് കണ്ടേ, അപ്പം ഞാൻ പറഞ്ഞു ഗീതു ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്, അതുകൊണ്ടായിരിക്കും. എന്നാലും ഇരിക്കാൻ പറയൂ അവർണിക എന്ന് പറയുമ്പോൾ, കിച്ചു ഇരിക്കി എന്നിങ്ങനെ പറയൂ കേട്ടോ അവർണിക. അപ്പം തന്നെ കിഷോർ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഗീത പറയുന്നുണ്ട്, ഞാൻ മുമ്പ് ഒരുപാട് സോഫ്റ്റ് ആയിരുന്നു അവർണികെ. നമുക്ക് കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളല്ലേ നമ്മളെ ഏറ്റവും ഇങ്ങനെ സ്ട്രിക്റ്റൊക്കെ ആക്കണത് എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം കിഷോറിൻ്റെ മുഖത്തേക്ക് ചെറുതായിട്ടൊന്ന് ഗീത നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിങ്ങനെ വരുവാട്ടോ. കിഷോർ ആ ഫോൺ എടുത്തിട്ട്, ഹലോ എടാ, നീ എവിടെയാടാ? ഞാനിവിടെയാണെടാ. അതെയോ? സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഗീതു പറയുകയാണ്. അപ്പോൾ തന്നെ കിഷോർ അവർണിക എഴുന്നേക്കും കേട്ടോ. ഗീതു പറയുന്നുണ്ട്, അവർണിക തൻ്റെ ഹസ്ബൻഡ് എന്നാ കുറച്ചുകൂടി കോമൺ സെൻസ് ഇല്ലേ? ഒരു മാഡത്തിൻ്റെ ഓഫീസിൽ മാഡത്തിൻ്റെ ക്യാബിനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഫോണിലേക്ക് സംസാരിക്കുന്നത്. ഫോൺ സൈലൻ്റ് ആക്കണമെന്ന് അറിയില്ലേ? കിച്ചു ഫോൺ തോ എന്ന് പറഞ്ഞിട്ട് അവർണിക ഫോൺ മേടിച്ച് കട്ട് ചെയ്യുക കേട്ടോ. സോറി ഗീതു എന്ന് പറയുമ്പോൾ, എന്താ കിഷോറിനെ വേണ്ടിയിട്ട് ഇനി സോറി പറയേണ്ടതും അവർണിക തന്നെയാണോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ കിഷോർ സോറി മാഡം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അവർണികയ്ക്ക് ഒരു കോൾ വരുമ്പോൾ ഗീതു, ഒരു സെക്കൻഡ്, അർജൻറ്റ് കോളാണ്. ശരി അവർണിക എന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിക കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ക്യാബിനിലേക്ക് കിഷോറും നമ്മുടെ ഗീതവും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗീതു ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ലാപ്ടോപ്പിൽ. ആ സമയത്ത് നമ്മുടെ കിഷോർ പറയുന്നുണ്ട്, ഗീതു നീ ഇങ്ങനെ എന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലല്ലേ എന്നിങ്ങനെ പറയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദന് സന്തോഷം അടക്കാൻ പാടില്ല കേട്ടോ. ലാപ്ടോപ്പിൽ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് നിന്നോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിൻ്റെ കാല് പിടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം എന്നൊക്കെ കിഷോർ പറയുമ്പോൾ, എഴുന്നേക്കടോ എന്ന് നമ്മുടെ ഗീതു പറയുകയാണ്. ഇപ്പം എന്നെ എന്താ വിളിച്ചത്? നീയെന്നോ ഗീതു എന്നോ? കോൾ മീ മാഡം. ഇവിടെ ഞാൻ നിൻ്റെ മാഡമാണ്. എന്നെ മാഡം എന്ന് മാത്രം വിളിച്ചാൽ മതി, കേട്ടല്ലോ എന്ന് പറയാണ്. വിധി ഇപ്പോൾ നിന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലേ അത് പക വീട്ടാൻ വേണ്ടിയിട്ടാടാ. നീ എന്നോട് ചെയ്ത് എല്ലാത്തിനും എനിക്ക് പക വീട്ടണം എന്നിങ്ങനെ പറയുവാണ്. ഇതെല്ലാം ക്യാമറയിൽ കൂടി ലാപ്ടോപ്പിൽ കണ്ടിട്ട് നമ്മുടെ ഗോവിന്ദനെ സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അവൾ പണി തുടങ്ങി എന്ന് നമ്മുടെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. ഇത് സുവർണ്ണ മേഡം തരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എടോ ഇങ്ങോട്ട് അന്നേ ഇതെടുത്തോണ്ട് പോയിക്കേ, ഞാനിത് സുവർണ്ണ എടുത്തല്ലേ തരാൻ പറഞ്ഞത്, സുവർണ്ണ എടുത്ത് തന്നെ എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ എന്നിങ്ങനെ പറയുവാണ്. സോറി മാഡം, ഞാൻ സുവർണ്ണ എടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ ഫയൽ എടുത്തുകൊണ്ട് പോവാം. എന്താ കിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പറഞ്ഞിരിക്കേ. നോക്ക്, അവർണിക എൻ്റെ ഫ്രണ്ടാണ്. അവർണികയ്ക്ക് എന്നെ ഗീതാഞ്ജലി എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് എന്നെ പേര് വിളിക്കണതും നീ എന്ന് വിളിക്കണതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മിസ്റ്റർ കിഷോർ എന്നെ മാഡം എന്ന് വേണം വിളിക്കാനായിട്ട് എന്ന് ഗീതു ഇങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് സോറി മാഡം എന്ന് നമ്മുടെ കിഷോർ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഞാൻ കിഷോറിന് ഒരു പുതിയ ടാസ്ക് തരുകയാണ്. നമ്മുടെ ഈ IT സൊല്യൂഷൻ, AGM IT സൊല്യൂഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിക പറയുന്നുണ്ട്, കൊള്ളാം ഗീതു, ഞാനും ആദ്യമായിട്ട് കിച്ചൻ എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റാണ് കൊടുത്തത്. കിഷോർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. അതുപോലത്തെ പ്രൊജക്റ്റ് തന്നെ ഇവിടെയും തരും എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അതുപോലത്തെ പ്രൊജക്റ്റൊന്നും എനിക്ക് വേണ്ട, നല്ല പ്രൊജക്റ്റ് വേണം, അതുകൊണ്ടാണല്ലോ അവർണികയുടെ കമ്പനി പൂട്ടേണ്ടി വന്നതെന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന സുവർണ്ണനെയാണ്. സുവർണ്ണ നമ്മുടെ പരാതിയായിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അവൾ എൻ്റെ അടുത്ത് അത് കൊടുത്തപ്പോൾ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു സർ. സ്റ്റോപ്പ് ഇറ്റ് സുവർണ്ണ എന്ന് ഗോവിന്ദ് പെട്ടെന്ന് പറയാനുണ്ട്. എന്താ സർ? സുവർണ്ണ ഇപ്പം എത്ര പ്രാവശ്യം ഗീതുവിന് അവളെന്ന് പറഞ്ഞു. ഇവിടുത്തെ വൈസ് ചെയർമാനാണ് ഗീതു, അത് മറക്കരുത് എന്ന് പറയാണ്. അവളെ ഗീതുവിനെ മാഡം എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഇനി ഇവൾ നീ എന്നെങ്ങാനും നീ വിളിച്ചു കഴിഞ്ഞാൽ സുവർണ്ണ ഓഫീസിന് പുറത്താണെന്ന് പറയുമ്പോൾ, സോറി അറിയാതെ വിളിച്ചു പോയതാ സർ, സോറി ഗീതു മാഡം. അങ്ങനെ വേണം വിളിക്കാനായിട്ട്. ഇനി നീ എന്നെങ്ങാനും ബഹുമാനമില്ലാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ സുവർണ്ണയ്ക്ക് പിന്നെ ഒന്നും ചോദിക്കേണ്ട, നേരെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാം. സോറി സാർ, ഇനി ആവർത്തിക്കില്ല, സോറി എന്ന് പറഞ്ഞിട്ട് സുവർണ്ണ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ പോകുക കേട്ടോ. സുവർണ്ണ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വരുണിനോട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, വരുൺ
ദേ ഇവളുടെ വക്കാലത്തും ഇവളുടെ കേസുമായിട്ട് നീ എൻ്റെ അടുത്ത് വരണ്ട, അവളുടെ ഒരു വക്കീലിനെ പോലെ നീ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. നിനക്കൊരു ഭാര്യയുണ്ട്, ഒരേ ഒരു ഭാര്യ എൻ്റെ വീട്ടിൽ രേഖ, അറിയാലോ. വേറെ ഒരു ആളുടെ കാര്യവും നീ അന്വേഷിക്കേണ്ട എന്ന് പറയുവാണ്. സോറി ഏട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ വെറുതെ ഓഫീസിലേക്ക് വലിച്ചടയ്ക്കരുത്. ഓഫീസിൽ ഗീതാഞ്ജലി ഇവിടെ വൈസ് ചെയർമാൻ തന്നെയാണ്, അതൊരിക്കലും മറക്കരുത് കേട്ടോ. സോറി ഏട്ടാ, ഞാനത് ഓർത്തില്ല. നീ എന്തിനാ സോറിയൊക്കെ പറയണത്? പോട്ടേടാ, സാരമില്ല എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം വരുൺ പോകുന്നുണ്ട് കേട്ടോ. വരുൺ പോയി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു വിജയലക്ഷ്മി അടുത്ത് പോയിട്ട് കൂവി വിളിക്കുക കേട്ടോ. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല മാഡം, ഞാനിവനെ വലിച്ച് കീറി കയ്യിൽ ഒതുക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി മോളെ. പിന്നെ ഞാൻ നാളെ അവനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ്വെയറിൻ്റെ ഒരു ടാസ്ക്, എങ്ങനെ നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാന്നുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നാളെ അവൻ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ മോൾ അത് 4 മടക്കി അവൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കണം. അതൊരു പ്രശ്നമുണ്ട് മാഡം എന്ന് ഗീതാഞ്ജലി പറയുമ്പോൾ, എന്ത് പ്രശ്നമാണ് ഗീതെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, എനിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്നും അറിയില്ല, പിന്നെ അതിലെ തെറ്റും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? അതിനൊരു വഴിയുണ്ട്. എൻ്റെ അടുത്തൊരാളുണ്ട്, സാന്ദ്ര. അവൾ സോഫ്റ്റ്വെയറിൻ്റെ ബ്രില്യൻ്റ്, ഏത് സോഫ്റ്റ്വെയർ കണ്ടാലും അതിലെ തെറ്റുകുറ്റങ്ങൾ അവൾ പറയും. അതുകൊണ്ട് അവളുടെ നമ്പർ ഞാൻ തരാം, അവളെ വിളിച്ചിട്ട് അതൊന്ന് അയച്ചു കൊടുത്താൽ മതി, അവൾ അതിൽ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരും. അത് കിഷോറടുത്ത് മോൾക്ക് എതിർക്കാനുള്ള തന്ത്രമാവെന്ന് പറയുമ്പോൾ, താങ്ക് യു സോ മച്ച് മാഡം എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നാളെ 8 മണിക്ക് ഞാനൊരു ലൊക്കേഷൻ അയക്കാം, ആ ലൊക്കേഷനിലേക്ക് നീ എത്തണം. എന്താ മേഡം ചോദിക്കുമ്പോൾ, നാളെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ വഴിക്ക് വാ, പാലുകാച്ചൽ എന്നെ വിളിക്കുകയാണ് എന്ന് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, ഞാൻ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് എന്തൊക്കെയോ കണ്ടുപിടിക്കുമെന്നോ എന്തൊക്കെയോ മലമറിക്കുമെന്നൊക്കെ ഒരാൾ വെല്ലുവിളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ, മാഡം സോറി എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് എനിക്ക് ഒറ്റ വാചകത്തിൽ നിൻ്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കാൻ പറ്റും, പക്ഷെ അത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട് മോളെ, അതുകൊണ്ട് നീ തന്നെ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.